സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ നല്ലൊരു സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയ മാർക്കറ്റിലാണ്. ഇവിടെയുള്ള മാർക്കറ്റിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കാശ്മീരിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് കേട്ടോ. भैया ये फ्रूट्स का नाम क्या? वो फ्रूट्स का नाम क्या? इसका नाम है नाखे, कश्मीर के नाखे। അതെ, കശ്മീരത്തതാണ്. കിലോ കിतना? 100 रुपये। 100 രൂപയാണ് കിലോ. അപ്പോൾ ഷഹീൻ ബാഗിലാണ് ഇപ്പം ഉള്ളത് കേട്ടോ. ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഡൽഹിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റുകളിൽ ഒന്നാണ്. ഇവിടെയുള്ള തിരക്കാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഫുഡ് സ്ട്രീറ്റിൻ്റെ ഇടയിലൂടെ ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു പഴയ സാധനമാണ്, പഴയ ഒരു ട്രഡീഷണൽ സാധനമാണ്. ഇത്തരത്തിലുള്ള നമ്മുടെ ടെക്സ്റ്റൈൽസ് പരിപാടികൾ, ടെക്സ്റ്റൈൽസ് അല്ല, എന്തായാലും പറയാം, തയ്യൽ മെഷീൻ. ഇവിടുത്തെ ഒരു പള്ളിയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് എക്സ്പ്ലോറേഷൻ. അപ്പോൾ ഷഹീൻ ബാഗ് മാർക്കറ്റിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഈ റിക്ഷകളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ബീഡി വലിക്കുന്നു, പഴം വിൽക്കുന്നു, ബീഡി വലിക്കുന്നു, ബീഡി വലിക്കുന്നു, പഴം വിൽക്കുന്നു. ഇതാണ് ലച്ച പൊറോട്ട. നമ്മുടെ നാട് സാധാ പൊറോട്ട ഉണ്ടല്ലോ, ആ പൊറോട്ടയാണത്. ഇതിങ്ങനെ കലക്കുന്നു, പാരുന്നു, മുട്ട ഇതോ. അതായത് നല്ല രസമാണ്. കുറച്ച് ഉപ്പ്, മുളക്, സാധാ ഓംലെറ്റ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും പറയുന്നത് പോലെ പോക്കറ്റടി സാധനങ്ങൾ സൂക്ഷിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മുഞ്ചത്തിമാരുണ്ട്. ഇത് ഇവിടുത്തെ ഒരു അടിപൊളി ചീസ് ബർഗറാണ്. ഓക്കെ, നമുക്ക് വരണം, കഴിക്കണം. തിരക്കുണ്ടെങ്കിൽ കിട്ടില്ല, തിരക്കാണ്. ഇന്ന് എന്താണാവോ, വെള്ളിയാഴ്ച നൈറ്റ് ആയത്, വെള്ളിയാഴ്ച അല്ല, ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള തിരക്കുണ്ട്. എൻ്റെ ബാഗ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ആരെങ്കിലുമൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ പെടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്ന മെയിൻ സ്റ്റേഷൻ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, സെഹ്റ റെസ്റ്റോറൻറ്റ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ അതെന്ത് ചെയ്തിട്ടുണ്ട്, കത്തി നശിച്ചു പോയിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് മലായി ഫുഡ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റും. പിന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളിവിടെ കാണാൻ പറ്റും, കുട്ടികൾ. നമ്മളിങ്ങനെ പോകണ നമുക്ക് ഫോണും പേഴ്സൊക്കെ പോയി കഴിഞ്ഞാൽ പോകും. ഇതൊക്കെ ഇവിടുത്തെ ഓരോ സ്പെഷ്യൽ വിഭവങ്ങളാണ്. സംസാരിക്കാൻ കഴിയുന്നില്ല, മുഖത്തേക്ക് പൊടി വാറിയിട്ട്, പൊടിയല്ല പുക വാറിയിട്ട്. ഇവിടെ കണ്ടോ തിരക്കുണ്ടോ? ഇവിടെ എന്താണ് നമുക്ക് നോക്കാം. തിരക്കുള്ള ഏരിയകളായതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കാം. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ്, മറ്റേ നമ്മളെ ഷവർമ ഉണ്ടോ. തിരക്ക് കുറച്ച് കൂടുതലാണ്. കബാബ്, അതുപോലെ ഭയങ്കര തിരക്കാണ് സുഹൃത്തുക്കളെ. इधर इसका नाम क्या भैया? अफगानी चिकन समोसा।
अफगानी चिकन समोसे है इसका पैसा कितना 30 रुपीज़ 30 इसका 30 30 രൂപയാണ് അഫ്ഗാനി ചിക്കൻ സമൂസ പിന്നെ ചിക്കൻ ടിക്ക മലായി ടിക്ക ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം നമുക്ക് അഫ്ഗാനി മലായി ചിക്കൻ ഉണ്ട് കേട്ടോ ഇതുപോലെ ഒരു ഭാഗത്ത് നല്ല ഫിഷ് ഐറ്റംസ് ചിക്കന് ഒക്കെ വെറൈറ്റി സംഭവങ്ങളാണ് പിന്നെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പെരും തിരക്കാണ് ഇത് കബാബ് ചിക്കന് നല്ല ബിരിയാണി ഓക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സ്ട്രീറ്റ് സാധാരണ ഇവിടെ എത്ര തിരക്കുണ്ടാവില്ല ഇനി ഇതിൽ വേറെ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വന്ന 2 ഫ്രണ്ട്സിനെ ഇവിടെ കാണാനില്ല ഓരോ കയ്യിലാണെങ്കിൽ ഫോണുമില്ല ഇതാണ് തന്തൂരി റൊട്ടിയാണോ തന്തൂരി റൊട്ടി ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തരും നമ്മൾ നേരത്തെ കണ്ടത് ഇത് മട്ടൻ കറി इसका नाम क्या था पुलाव ये मटन चिकन करी पुलाव ये लच्छा पराठा है ना ഇവിടെ കണ്ടോ ഇവിടുത്തെ പാത്രങ്ങൾ ഇതുണ്ടോ അതായത് പക്ക ഒരു നോർത്ത് ഇന്ത്യൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മുഗൾ അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനി ബംഗ്ലാദേശി ടച്ചാണ് ടോട്ടൽ ഈ ഏരിയകൾക്കൊക്കെ ഇടോ ഇത് വേറെ ബിരിയാണി इसका नाम क्या हाँ नहारी अल्लाह नहारी ये क्या मतलब बीफ नहारी കേട്ടോ അടിപൊളി ബീഫ് നഹാരി വായിന്ന് വെള്ളമുണ്ട് ബീഫ് നഹാരി പിന്നെ തന്തൂരി റൊട്ടി നല്ല കോംബോ ആണ് അപ്പോൾ ഈ ഒരു സ്ഥലം കിടക്കുന്നത് ഷഹീൻ ബാഗിലാണ് കേട്ടോ ഷഹീൻ ബാഗിലേക്ക് വരാൻ വേണ്ടി നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ ജസോല വിഹാർ ഷഹീൻ ബാഗ് മെട്രോ സ്റ്റേഷനാണ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ ഷവർമ ഇതിനൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മൾ നടന്നൊരറ്റത്തെത്തി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം നമ്മളിപ്പോൾ കൂടെ വന്ന ആളുകളെയും കണ്ടു ഇനി അവരുമായിട്ട് നമ്മൾ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ സ്പെഷ്യൽറ്റി ഇവിടുത്തെ എന്താ അതിൻ്റെ പേരും കിട്ടില്ല കുറച്ച് അപ്പുറത്തുണ്ട് അങ്ങനെ കാണിച്ചു തരാം തിരക്കുണ്ട് നിങ്ങൾ ജമാ മസ്ജിദിൻ്റെ അത്ര അല്ലെങ്കിലും പക്ഷേ യൂസർ ഫ്രണ്ട്ലിയാണ് ഇവിടുത്തെ തിരക്കിടോ ഇവിടുത്തെ കോസ്റ്റ്യൂമുകൾ ലേഡീസിൻ്റെ ഒക്കെ ഡ്രസ്സുകളുണ്ടോ ഫുള്ള് ആ ഒരു ടൈപ്പ് ഡ്രസ്സുകളാണ് 1000 രൂപ 999 രൂപ ആ റേഞ്ചാണ് സംഭവം കേൾക്കണ്ടോ നമ്മൾ ഫസ്റ്റ് ഒരാൾ അതായത് ഡൽഹിക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര കൗതുകമായിരിക്കും ഇവിടുത്തെ അനുഭവം കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് കാണാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ പറ്റില്ല ഇതുണ്ടോ റോഡ് സൈഡ് മുഴുവൻ കച്ചവടക്കാർ ഇതൊന്നല്ല ജമാ മസ്ജിദിൻ്റെ സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊന്നല്ല ഇതിൻ്റെ അപ്പുറമാണ് നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിക്കോളി ഇത് നല്ല ഫിഷ് ആണ് അടിപൊളി ഫിഷ് ഇങ്ങനെ വന്നിട്ട് ഇതൊക്കെ സ്വീറ്റ്സ് ഐറ്റംസ് ആടോ നല്ല രസമായിട്ട് പിന്നെ ഇതിലെങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അല്ലാത്ത ഏരിയകളുണ്ട് ഫുഡിൻ്റെ തന്നെ ഇവിടെയാണ് ഇപ്പോഴത്തെ കത്തി എന്ന് പറയല്ലേ സേറ റെസ്റ്റോറൻറ്റ് ആ കത്തി അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് നല്ല ടേസ്റ്റി ഫുഡ് ഇതിനവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ മുന്നേ പോയി കഴിഞ്ഞാൽ വേറൊരു ഷോപ്പുണ്ട് അവിടേക്ക് നമ്മൾ പോകുമ്പോൾ ഓക്കുല വിഹാർ അത് നമ്മൾ വേറൊരു വീഡിയോ ഓക്കുല വിഹാർ അല്ല ബട്ട്ല ഹൗസ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്
ഓക്കെ, നിങ്ങളിങ്ങനെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. ചെരുപ്പോടും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.